ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് അന്വേഷിച്ച ആ റിസോർട്ടില്ലേ, അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. മോർണിംഗിൽ ഒരു 6 o'clock ഇറങ്ങണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചതാ തലേന്ന്. പക്ഷേ ഞങ്ങൾ എപ്പത്തേം പോലെ ലേറ്റാക്കി. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും ഇങ്ങനൊരു ഫാമിലി ട്രിപ്പ് അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ സന്തോഷത്തിലാണ്. വഴിയിലൊക്കെ ഇറങ്ങി കയറി ഞങ്ങൾ ഏകദേശം ആ റിസോർട്ടിലെത്തിയപ്പോഴേക്ക് ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. നമ്മൾ വന്ന ബസ് ഇവിടെ പാർക്ക് ചെയ്താ പിന്നെ അങ്ങോട്ട് അവരെ വണ്ടിയിലാണ് നമ്മളെ യാത്ര. ചെന്നപ്പോഴുള്ള വ്യൂവിൽ തന്നെ നമ്മൾ വീണു പോയെങ്കിലും ഇതിലപ്പുറത്തായിരുന്നു അവിടെ ചെന്നിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട്, മൗണ്ടൻ ഷാഡോ. ബാണാസുര ഡാമിൻ്റെയും മൗണ്ടൻസിൻ്റെയും നടുവിലുള്ളൊരു സ്വർഗം. പുറത്തുള്ള കാഴ്ച കണ്ട് എല്ലാവരും കുറച്ചു നേരം ഒന്ന് അത്ഭുതപ്പെട്ട് നിന്നു. ആരെയും കുറ്റം പറയാൻ പറ്റൂല, അത്രക്ക് ഭംഗിയായിരുന്നു. അപ്പനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. വെൽക്കം ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഈ കുറിയും മാലയിട്ടിട്ട് അവർ തുടങ്ങിയത്. പിന്നെ ഈ തണുപ്പിൽ നിന്ന് വാമാവാൻ വേണ്ടിയിട്ട് ഒരു വാം കർച്ചീഫും ഡ്രിങ്ക്സൊക്കെ തന്നു. അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. 10-12ഓളം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഫിഷിങ്ങും പോട്ടറി ക്ലാസ്സസും ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും നേച്ചർ വാക്കും, അങ്ങനെ ഒരുപാട്. റൂമിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം തിരിച്ചെല്ലാവരും ചായ കുടിക്കാനായിട്ട് എത്തി. വാ, നമുക്ക് ചായക്ക് എന്തെല്ലാം ഉണ്ട് നോക്കാം. പക്കവടയും സാൻഡ്വിച്ചും കേക്ക്സും പഴം വാട്ടിയതും എന്തിനു പറയണു, കടലമിഠായി തേന്നിലാവ് വരെയുണ്ട്. നല്ല തണുപ്പാണെങ്കിലും മക്കളെ നിർബന്ധം പിടിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. പിന്നെ ഈ ചോട്ടാസൂടെ ഇറങ്ങും വൈകാതെ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഇൻഡോർ ഗെയിം പിടിച്ചു. അത് കഴിഞ്ഞ് ഡിന്നറിന് സമയമായി. എല്ലാ ക്വിസീൻസും ഉള്ള ഒരു അടിപൊളി ഡിന്നർ. നാളെ ഏർലി മോർണിംഗ് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നേച്ചർ വാക്ക് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ അതാണ്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ ചാടി എണീറ്റു. അത് പറഞ്ഞപ്പോഴാണ് റൂമിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഒക്കെ കണ്ടുള്ള മോർണിംഗ് അല്ലേ, എന്ത് രസമാണ്. നോക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ടൈം പോണതേ അറിയൂല. അയ്യോ, നമ്മൾ നേച്ചർ വാക്ക് അങ്ങനെ ബൈനോക്കുലറൊക്കെ വെച്ച് സൂം ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനെ പറ്റിയും അറിഞ്ഞു. അവിടെ താമസിച്ചു പോന്നിരുന്ന ട്രൈബൽസിനെ പറ്റിയും എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് സൈക്ലിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. കാണാനും പറയാനും ഈ ഒരു റിസോർട്ടിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ ഒരു 2 മിനിറ്റിൽ പറഞ്ഞു ഒപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കാനും പാടില്ലല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഇനി ഒരു ഫോട്ടോഗ്രാഫി സെക്ഷൻ കൂടെ ഉണ്ട്. അതും ഇവരിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതും വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ റീഡിങ് കോർണറിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് ഹാപ്പി ആയിട്ട് യാത്ര തിരിച്ചു. പോരുന്ന വഴി നമ്മളൊരു അടിപൊളി ലഞ്ചും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ബൈ.